ഒരുക്കങ്ങളൊക്കെ നല്ല ഗംഭീരമാണല്ലോ. അതെ, നാളെ സർവേക്ക് മുമ്പേ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് തീരുമാനമാക്കാൻ നിങ്ങളും നേതാക്കന്മാരും കൂടി അങ്ങ് എത്തിയേക്കണം സ്റ്റേഷനിലേക്ക്. ഇതൊന്നും സാറന്മാരോട് സംസാരിച്ച തീരെയല്ല സാറേ. വർത്താനിക്കുമ്പോഴാണോ നിന്റെ കൊള്ളൂത്ത്? അതെ, ഞാൻ മര്യാദക്ക് പറയാ, നീയും നിന്റെ ഏതെങ്കിലും മറ്റവന്മാരുണ്ടെങ്കിൽ അവന്മാരും അങ്ങ് എത്തിയേക്കണം. അതല്ല സർവേ മുടക്കാനാണ് നിന്റെയൊക്കെ ഭാവമെങ്കിൽ കിട്ടാനുള്ള നക്കാപ്പിച്ച പോലും കിട്ടുകയില്ല. നക്കാപ്പിച്ച പഠിച്ച് പോകാനായിരുന്നു നേരത്തെ പോകായിരുന്നു സാറേ. ഈ കാര്യം സംസാരിക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് ആരും ഇവിടുന്ന് വരില്ല. അങ്ങനെ വേണമെങ്കിൽ സാറന്മാർ രാവിലെ ഇങ്ങോട്ട് വാ. അതല്ലേ സാറേ എൻ്റെ ന്യായം. ഒലിഞ്ഞ വർത്താനം പറയുന്നോടാ. കിട്ടാനുള്ളത് വാങ്ങിച്ച് നക്ക നോക്കണം. പന്നെ ഇതുപോലത്തെ നാളെ പോലീസുകാരെ കുറെ കണ്ടിട്ടുള്ള സാറേ ഞാൻ. കേട്ടോ ഈ കോളനി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ, കുടില് പൊളിച്ച് പാതകൾ പണിയാൻ, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ. നീ പറയുന്നതൊന്ന് മനസ്സിലാക്കി ശങ്കര, നമുക്ക് വഴിയുണ്ടാക്കാം. ഞാനല്ലേ പറയുന്നത്. കുറച്ചു കാലമായിട്ട് ഞാൻ കുരുട്ടി തരുന്നല്ലേ. പ്രതിഷേധത്തെ അടിച്ചൊതുക്കാൻ, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ, കുടില് പൊളിച്ച് പാതകൾ പണിയാൻ, പിറന്ന മണ്ണിനെ കവർന്നെടുക്കാൻ, കുടില് പൊളിച്ച് പാതകൾ പണിയാൻ. നിങ്ങൾ ഈ കാണിക്കുന്ന അബദ്ധമാണ്. ഹൈവേക്കുള്ള GPS സർവേ കഴിഞ്ഞ സ്ഥലമാണിത്. സാറിന് ഇത് സർവേ കഴിഞ്ഞ ഭൂമിയാ. ഞങ്ങക്ക് ഞങ്ങളുടെ മണ്ണ കാലിന്റെ അടിയിലെ മണ്ണൊരിച്ചു പോകാന്റെ ദണ്ണൊന്നും സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാറിന് സർവേ കഴിഞ്ഞ് പോവാം. പിന്നീട് ഓരോരുത്തർ വരും പുതിയ ഓർഡർ ആയിട്ട്. അവര് പറയും ഞങ്ങളോട് ഇറങ്ങി പോവാൻ. ഞങ്ങൾ എങ്ങോട്ട് പോവും സാറേ? ആദ്യം ഞങ്ങൾ എവിടെ പോയി താമസിക്കുന്നു വ്യക്തമായിട്ട് ഒരു പേപ്പറിൽ എഴുതി തരാൻ പറ്റും. അങ്ങനെ ഒരു ഡോക്യുമെന്റ്സ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സർവേ ആണ്. നിങ്ങൾ ഡോക്യുമെന്റ്സ് ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടും. സാറേ, 50 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കണവരാ. ഈ മണ്ണിന്റെ മുകളിലുള്ള അവകാശം പറഞ്ഞ് തിണ്ണനിറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി സാറേ. ഇന്നതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞങ്ങളുടെ നെഞ്ചത്ത് കൂടെ ചവിട്ടിയിട്ടാ നിങ്ങൾക്ക് ഇവിടെ റോഡ് പണിയാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. എന്താണോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ലേ? സർവേ നടന്നാൽ തനക്ക് വിവരം അറിയും. അങ്ങനെ വരട്ടി ഓടിക്കാൻ നോക്കട്ടെ സാറേ, നടക്കില്ല. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ടത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ഫോണും തന്നെ വാടോ. നിങ്ങൾ ഈ സർവേ തടയാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾക്ക് കോർട്ട് ഓർഡറുമായിട്ട് വരേണ്ടി വരും. Go back, go back, NHA, go back. ഈ ട്രംബുട്ടായില്ലാതെ പാപ്പൻ എവിടെയും പോവില്ല. അണ്ണാ, നമുക്ക് സമയം കളയാതെ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. എന്നിട്ടൊരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കാം. സ്റ്റേഷനിൽ പോയി ഉറപ്പായിട്ടും അവന്മാര് നമ്മളെ ആട്ടത്തേ ഉള്ളൂ. അല്ലെങ്കിൽ സർവേ മുടങ്ങി കളിപ്പിലാണ് പറഞ്ഞാൽ എങ്ങനെയാ? നമുക്ക് മെമ്പറേയും കൂട്ടി സ്റ്റേഷനിൽ പോവാം. അല്ലാതെ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ചുമ്മാ ഒരു കാര്യമില്ലാതെ മെമ്പറേ വെറുതെ. നിനക്കൊക്കെ എന്തിനാടാ വെള്ളം? പുറമ്പോക്കി പ്ലാവന കിട്ടില്ലേ? അത് വെച്ചങ്ങ് തുടച്ചാ പോരെ? പറയണ പട്ടി. സാർ, എസ്പിയാണ്. സാർ, രാജീവനാ. താനൊക്കെ എന്തോ ഉണ്ടാക്കുവോടോ അവിടെ? കഴിഞ്ഞ ആഴ്ച മുതൽ തന്നോട് പറഞ്ഞിരുന്നതാ ഈ സർവേ നടന്നിരിക്കുന്നത്. താനെല്ലാം നശിപ്പിച്ചു. സാറേ, പ്രൊട്ടസ്റ്റ് അത്രയ്ക്ക് ശക്തമായിരുന്നു. എന്ത് പ്രൊട്ടസ്റ്റ്? ആ പ്രൊട്ടസ്റ്റ് അവിടെ നടക്കരുത് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? താനൊക്കെ കോളനിക്കാരൊക്കെ പാൻറ്റി മുള്ളി. നാളെ താൻ എന്നെ വന്ന് കാണാൻ. സാർ, അവിടെ പണിയറിയാന്ന് വെച്ച് ഞാൻ കാര്യം നടത്തിക്കോളാം. ഞാനൊക്കെ നിയമം വെച്ച് കളിച്ചാ നീയൊക്കെ വരും തീട്ടം. ഷഫ്ന സാർ, ഷഫ്ന ഇറങ്ങാറായോ? എന്ത് പറ്റി സാർ? ഞാൻ ആ ദിനേശിന്റെ കടയിൽ ഒരു കിറ്റ് പറഞ്ഞിട്ടുണ്ട്. താൻ പോയി മേടിച്ചോണ്ട് വാ. ആ സാർ. സാർ, ആ ഇന്ന് വൈകിട്ട് അനിയത്തിന്റെ എൻഗേജ്മെന്റ് ആണ്. ആ ശരി.
എന്താ ശങ്കര? ഇന്നലെ രാത്രി തൊട്ട് വേലയില കാണാനില്ല. എന്ത് ചെയ്യോ പോലെ? പെണ്ണും പടക്കോഴിയൊന്നും ഇല്ലാത്തവനല്ലേ, അവൻ എവിടെ കറങ്ങി നടന്നാലെന്താ? അതിന് പാപ്പനെ പെണ്ണ് കെട്ടിക്കാൻ വന്നതല്ല, അയാളെ കാണാനില്ലെന്ന് പറയാൻ വന്നതാ. അണ്ണാ ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇയാളെ കൊണ്ട് നടപടിയാവില്ലാന്ന്. ഇപ്പോഴത്തെ സമയം കളയാനായിട്ട്. ഞാനല്ല, മറ്റാരിടപെട്ടാലും നിങ്ങളുടെ പ്രശ്നം തീരില്ല. അപ്പോ നിങ്ങൾ എവിടെയാ? ഒന്ന് പെട്ടെന്ന് വാ, പാപ്പൻ എത്തിയിട്ടുണ്ട്. പോലീസുകാരാ കൊണ്ടുവന്നിട്ടത്. എന്താ പറ്റേ? പാപ്പാ എന്തു പറ്റിയാച്ചാണ്? എന്തുണ്ടായോ പാപ്പാ? എനിക്കൊന്നും ഒരു ഓർമ്മയില്ല. ഞങ്ങളെല്ലാം ഒന്ന് പോയി തരാം. എനിക്കൊന്ന് കിടക്കണം, എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങണം. എല്ലാവരും ഒന്ന് പോയേ, ആശാങ്ങനെ ഉറങ്ങട്ടെ. എടാ എല്ലാവരും ഒന്ന് പോയേ, ഞാൻ കൊണ്ടുവന്നു. ചെല്ല്. എടാ എല്ലാരും വിളിച്ച് പോയേ. ചേച്ചി ബാ പോ. എടാ അപ്പോ ഒരു വീടാ. സത്യം പറ പാപ്പ, ഏത് പോലീസാ പണി വന്നേ? ഈ കൊല്ലത്തങ്ങാടിയിൽ ഒരു കളവോ കൊലയോ നടന്ന് പോലീസുകാർ ആദ്യം എത്തുന്നു നിങ്ങളാ. ശരീരം എത്ര കണ്ടാടാ അപ്പോ? പാപ്പ കാര്യം പറ പാപ്പ, എന്താ ഉണ്ടായെന്ന് പറ. എനിക്കൊന്നും മുങ്ങണം. ഞാനും വരാം. എനിക്ക് കമ്പനിയാ. നീ വല്ലതും കണ്ട് പേടിച്ച നാണോ ഇല്ലടാ. എന്റെ പൊന്നു പാപ്പ, ഈ സമയത്താണ്. എടാ അപ്പോ മൂത്രത്തിന് പകരം ചോരടാ വരുന്നേ. പാപ്പ എന്താ പച്ചക്കറി പറയണു? പച്ചക്കറി അമ്മമാരെ പെരുമാറിയത്. പാപ്പ ഞാൻ വണ്ടി എടുത്തോണ്ട് വരാം, നമുക്ക് ആശുപത്രി പോവാ. എനിക്ക് ആശുപത്രി എനിക്ക് പോകണ്ടാ. നീ കുറച്ച് നേരം എന്നെ കെട്ടിപ്പിടിച്ചിരുന്നാ മതി. ഞാൻ ഇവിടെ ഉണ്ടോളൂ പാപ്പ. എടാ എടാ രമേശ, അണ്ണാ ആരെങ്കിലും വാടാ. പാപ്പ ആരെങ്കിലും പാപ്പ കണ്ടടക്കല്ലേ. പാപ്പ